ഹായ്. പൊതുവെ നമ്മുടെ കേരളത്തിൽ NITians-നെയും അതോടൊപ്പം തന്നെ IITians-നെയൊക്കെ എണ്ണം കുറവാണ് കമ്പയർഡ് ടു നോർത്ത് ഇന്ത്യൻസ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുക +2 കഴിഞ്ഞിട്ടായിട്ടാകുമായിരിക്കും. പക്ഷെ അതെന്തൊക്കെ വിഭിന്നമായി ആദ്യം തന്നെ നന്നായിട്ട് NIT-നെ കുറിച്ചും IIT-നെ കുറിച്ചൊക്കെ പഠിച്ച് +1+2-ന്റെ കൂടെ തന്നെ ഇന്റഗ്രേറ്റഡ് സ്കൂളിങ്ങിൽ ആ കോച്ചിങ് നേടി നമ്മുടെ വിജയ് ക്യാമ്പസിൽ നിന്ന് നല്ല രീതിയിൽ പഠിച്ച് ബോർഡ് എക്സാമിനും അതോടൊപ്പം തന്നെ JEE എക്സാമിനും നല്ല വിജയം നേടിയ JEE എക്സാമിന് 96% വാങ്ങി ഇപ്പൊ നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന ജ്വൽ രാജാണ് കൂടെയുള്ളത്. അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഹായ് ജ്വൽ. ഹായ്. യെസ്. എപ്പൊ മുതലാണ് നമുക്ക് ജെയിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി? എനിക്ക് 9th തൊട്ട് അതിനെ കുറിച്ച് അറിയാം. അല്ല, ആരാ ഇതിനെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞിരുന്നത്? ഞാൻ എന്റെ ചേട്ടന്റെ ഇത് അനുസരിച്ചാണ് അറിഞ്ഞത്. എന്റെ ചേട്ടൻ എൻട്രൻസ് ഉണ്ടായിരുന്നു, എൻട്രൻസ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ചേട്ടൻ്റെ എനിക്ക് മനസ്സിലായി JEE അങ്ങനെ സംഭവം ഉണ്ട്, അങ്ങനെ വേറെ കുറെ എക്സാമ്പിളും ഉണ്ട് എന്ന് ഞാൻ ചേട്ടൻ അറിഞ്ഞു. എന്നിട്ട് ജെയ്ക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അപ്പോഴാണ് ഞാൻ JEE എന്താണെന്ന് നോക്കി, അതിന് എവിടെ കിട്ടും, അങ്ങനെ കോളേജിൽ ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, വ്യത്യാസമുണ്ട്, IIT ഉണ്ട്, NIT ഉണ്ട് എനിക്ക് മനസ്സിലായി. ചേട്ടനാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ മുതലേ മോനിക്ക് ആഗ്രഹം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നി നല്ലൊരു കോളേജ് എടുക്കണം. നല്ലൊരു കോളേജ് എത്തണം, എടുച്ചടാ. യെസ്, ഓക്കെ. അപ്പോ നല്ല കോളേജിൽ ആഗ്രഹം തോന്നി അല്ലേ? അപ്പൊ അങ്ങനെയാണ് സൈലത്തിന്റെ വിജയഗിരി സ്കൂളിൽ എത്തുന്നത് അല്ലേ? അപ്പോ പിന്നെ എങ്ങനെയുണ്ടായിരുന്നു വിജയഗിരിയിലെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ? നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. അവിടെ നല്ല ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതിന് ഇന്റഗ്രേറ്റഡ് ആയതുകൊണ്ട് അതിന്റെയും കുറെ അഡ്വാൻറ്റേജസ്. ഓരോ ക്ലാസ്സിൽ തന്നെ എൻട്രൻസും കിട്ടും, ഓരോ സബ്ജക്റ്റും പഠിക്കാം. അപ്പോൾ ബോർഡുമായി എൻട്രൻസുമായി എല്ലാം ഒരുമിച്ച് പഠിക്കാൻ പറ്റും അല്ലെ? അപ്പൊ മാത്രമല്ല വിജയഗിരി എന്ന് പറയുമ്പോൾ ആ ടൗണിൽ നിന്നൊക്കെ മാറി അല്ലെ, ഒരു സാലന്റ് ആയിട്ട് പ്രത്യേകം നമ്മുടേതായ ലോകാണ് അല്ലെ? എങ്ങനെയാണ് ഇന്ന് ഹോസ്റ്റൽ ലൈഫ് ഒക്കെ? ഞാൻ ഹോസ്റ്റൽ ആയിരുന്നില്ല. ഓക്കെ. ഡേ സ്കോളർ ആയിരുന്നു. ഓക്കെ. അപ്പോ അങ്ങനെയാണ്. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? നല്ല ടീച്ചേഴ്സാണ്, സൂപ്പറായി പഠിപ്പിക്കണ്ടല്ലേ, സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പൊ മെറ്റീരിയൽ, സൈലത്തിന്റെ മെറ്റീരിയൽ അതെ ഉണ്ടായിരുന്നു. ഓരോ മെറ്റീരിയൽസ് എനിക്ക് കിട്ടും, ഞാൻ അത് ചെയ്യും. അങ്ങനെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായി തോന്നിയത് LMRP ആണ്. അതിന്റെ അവസാനമാണ് സൂപ്പർ എല്ലാം ചെയ്ത് കിട്ടി. അറിയാത്ത കോൺസെപ്റ്റ് എല്ലാം കിട്ടി. ഫോർമുല ചിലത് എനിക്ക് മറക്കുമായിരുന്നു, അതിൻ്റെ ഉള്ളിൽ എല്ലാ ഫോർമുലയും കറക്റ്റ് കിട്ടി അല്ലേ? അപ്പൊ LMRP വളരെ യൂസ്ഫുൾ ആയിരുന്നു അല്ലെ? ബാക്കി നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ യൂട്യൂബിൽ ചില വീഡിയോസ് ആണ്, എനിക്ക് ഡൗട്ട് വരുമ്പോൾ കൂടുതൽ കാണാറ്. അതിന് വീട്ടിൽ വരുമ്പോൾ കോൺസെപ്റ്റ് ചിലപ്പോൾ മറക്കുമ്പോൾ എന്താ പറയുന്നത്, അപ്പൊ ഞാൻ യൂട്യൂബ് കൊടുക്കും. അപ്പൊ അതിലത്തെ പിന്നെയും കണ്ട് ഇത് പഠിക്കുമ്പോൾ എനിക്ക് പിന്നെ മനസ്സിലായി എന്താണ്. അപ്പൊ ക്വസ്റ്റ്യൻസിലും അതിനെ ചിലപ്പോൾ ചില ഭാഗം മനസ്സിലാവില്ല, അങ്ങനെ ഉത്തരം നോക്കിയാലും മനസ്സിലാവില്ല. അപ്പൊ ഞാൻ പിന്നെ കോൺസെപ്റ്റ് എടുത്ത് നോക്കും. അങ്ങനെ യൂട്യൂബ് ക്ലാസ്സും ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അല്ലെ? അപ്പോ മിഷൻ 99 ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? മിഷൻ 99% ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് മാരത്തോൺസ് പോലെയാണ്. മാരത്തോണുകളാണ് കൂടുതൽ കണ്ടത് അല്ലേ? അതിന് സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റുകളും ഞാൻ നോക്കും. അപ്പം മോൻ പറഞ്ഞ വിഷയം തുടങ്ങുകയാണ്. അപ്പൊ ഇവിടുന്ന് മറന്നുപോയി കഴിഞ്ഞാൽ അല്ലെ, ക്ലാസ്സിന് പഠിപ്പിച്ച സാധനങ്ങൾ മറന്നുപോയി കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് നോക്കാൻ യൂട്യൂബ് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൽ ഒരു കുട്ടികൾക്ക് ഒരു സന്തോഷ വാർത്തയാണ്. നമ്മുടെ അടുത്ത വർഷം മുതൽ JEE എന്താണ്, ഹൈബ്രിഡ് ആണ് അല്ലെ? റിപ്പീറ്റർ ബാച്ച് ഹൈബ്രിഡ് ആണ്. അപ്പൊ ഒരു ദിവസം ഓൺലൈനും മറ്റേ ദിവസം എന്താണ്, ഓഫ്ലൈൻ. അപ്പൊ മോൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ലെ, ഈ പറഞ്ഞ എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് എങ്ങനെയായിരിക്കും, കുട്ടികൾക്ക് പോസിറ്റീവ് ആയിരിക്കും, എങ്ങനെയായിരിക്കും അത് പോസിറ്റീവ് ആവുക അല്ലെ നെഗറ്റീവ് ആയിരിക്കും, എങ്ങനെയായിരിക്കും? ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, എന്തായിരിക്കും പോസിറ്റീവ്? എന്താ നമുക്ക് കിട്ടുന്നു, ആദ്യം പഠിക്കുന്നു, അത് പിന്നെ ക്ലാസ് വന്നു കിട്ടും, ഡൗട്ട് അപ്പൊ തന്നെ ക്ലിയർ ആയി. ആദ്യം വന്ന് കേൾക്കണത് ഓൺലൈൻ, അത് ഡൗട്ട് ക്ലിയർ ആവില്ല, നമുക്ക് മനസ്സിലാവും, അതിൽ പറയുന്നുണ്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് മനസ്സിലാവണില്ല, അത് ക്ലാസ്സിൽ വന്ന് അപ്പൊ തന്നെ അവിടെ ചോദിക്കാൻ എനിക്കാണ് ഇങ്ങനെ സംഭവം ഇത് പറഞ്ഞു എന്തുകൊണ്ട്, എനിക്ക് അവിടെ തന്നെ ചോദിച്ച് ക്ലിയർ ആയി. അതെ, സാധാരണഗതിയിലാണെങ്കിൽ നമ്മളിപ്പോ ഇന്ന് പഠിപ്പിച്ചു അല്ലെ, അത് രാത്രി പോയി വീട്ടിൽ പോയി പഠിച്ചു, അപ്പോഴായിരിക്കും ചിലപ്പോൾ ഡൗട്ട് വരിക. ഇപ്പൊ എത്തിയും ചോദിക്കണം, അപ്പൊ അടുത്ത ടോപ്പിക് ആയിട്ടുണ്ട്, അപ്പൊ ലാഗ് അടിച്ച് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് ആദ്യമേ എന്താണ് കാര്യം എന്ന് അറിയാൻ വേണ്ടി പറ്റും അല്ലെ? എന്നിട്ട് നമുക്ക് ഡൗട്ട് ആയി ക്ലിയർ ആയി. അപ്പൊ തീർച്ചയായിട്ടും ഹൈബ്രിഡ് സിസ്റ്റം ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് മോന്റെ അഭിപ്രായം, ശരിയല്ലേ? പിന്നെ എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നോ സൈലത്തിന്റെ? GAB ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. GAB ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലെ? പൊതുവെ എല്ലാ കുട്ടികൾക്കും GAB വളരെ ഹെൽപ്ഫുൾ ആയിട്ടാണ്. എന്താ GAB ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? അത് കറക്റ്റ് ഒരു JEE മോഡൽ ആണല്ലോ. ആ മോഡൽ കാണുന്നതിന് മനസ്സിലാവും ഇങ്ങനെയാണ് വരാൻ പോണേ. ഞാൻ ആദ്യം ഇതേപോലെ എനിക്ക് ഭയങ്കര ലോ ആയിരുന്നു, മനസ്സിലായിണ്ടായില്ല ഇങ്ങനെയാണ് വരിക, ഓരോ ടൈപ്പ് ഇങ്ങനെ സിസ്റ്റം ഉണ്ട്, എനിക്ക് മനസ്സിലായിണ്ടായില്ല. അപ്പൊ ഞാൻ എഴുതുമ്പോൾ എനിക്ക് ലോ മാർക്കായി. അപ്പൊ ഞാൻ അടുത്ത എനിക്ക് മനസ്സിലായി ഇങ്ങനെ ചെയ്ത് പോകണം, അപ്പൊ ഈ പാറ്റേൺ ഫോളോ ചെയ്ത് എനിക്ക് ഇങ്ങനെ നന്നായി ചെയ്യാം, സമയം കൂടുതൽ ലാഭിക്കാം എന്ന് മനസ്സിലായിട്ട് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടി. ഓക്കെ, ഗുഡ്. അപ്പോ അടുത്തത് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? എനിക്ക് ഫിസിക്സും മാത്സും ആണ് ഇഷ്ടം. ഏറ്റവും ഇഷ്ടം. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്? മാത്സ് ആണ് ഇഷ്ടമാണ് അല്ലെ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആ ബുദ്ധിമുട്ടുള്ള സാധനത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് റെഡിയാക്കി എടുത്തത്? എങ്ങനെയായിരുന്നു? ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്.
ക്വസ്റ്റ്യൻ മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ അതിന് നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും മാത്സ് അവർക്ക് നമ്മളെ സപ്പോർട്ട് ഉണ്ടായി. ആള് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആള് പറഞ്ഞുതരും. ഒരു വഴി മനസ്സിലാക്കി രണ്ടാമത്തെ വഴി ചോദിക്കും. അപ്പൊ ആള് വേറെ വഴി തരും. അപ്പൊ അങ്ങനെ 2-3 വഴികളിലൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതെ അല്ലെ, അതായത് മൾട്ടിപ്പിൾ മെത്തേഡ് അല്ലെ. Multiple method. തീർച്ചയായിട്ടും മക്കളെ നമ്മൾ മൾട്ടിപ്പിൾ മെത്തേഡ് നോക്കണം അല്ലെ, എന്നാലും നമുക്ക് കാര്യങ്ങൾ കൂടുതൽ അറിയാനും പറ്റുമല്ലോ. അതോടൊപ്പം തന്നെ പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് ടാക്കിൾ ചെയ്യാനും പറ്റുമല്ലോ. ഇനി മോനെ, പിന്നെ ഇനി എഴുതാൻ പോകുന്ന ജെഇ ആസ്പിറൻസ് അല്ലെ, അവരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ കൂടുതൽ ആലോചിക്കണം. നിങ്ങൾക്ക് എവിടെ എത്തണം, എന്തിനെത്തണം. അങ്ങനെ തന്നെ ഡീമോട്ടിവേഷൻ വന്നാൽ പണ്ട് എന്തിനാണ് നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് എന്ന് ആലോചിക്കുക. അതായത് എവിടെയെങ്കിലും ഡീമോട്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആലോചിക്കുക. എന്തിനാണ് നിങ്ങൾ തുടങ്ങിയത് ആലോചിക്കുക. അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് അല്ലെ. അപ്പോൾ മോനിപ്പോ +2 കഴിഞ്ഞിരിക്കണം അല്ലെ. ചില മോന്റെ പ്രായത്തിലുള്ള ആൾക്കാർ പിന്നെ ചിലപ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ ചിലപ്പോൾ ജെഇക്ക് പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അവർ ചിലപ്പോൾ പല ആൾക്കാരും കൺഫ്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവരോട് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യണ്ടോ എന്ന് ആലോചിച്ച് കൺഫ്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പം അവരോട് മോനിക്ക് എന്താ പറയാനുള്ളത്? എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. അതാണ് നിങ്ങൾക്ക് നല്ലത്. നല്ല കോളേജ് കിട്ടാന്ന് പറഞ്ഞാൽ നല്ലൊരു ഇതാണ്. അത് ഭാവിയിലും നല്ലൊരു കോളേജിന്റെ ഒരു ബ്രാൻഡ് വാല്യൂ, ഒരു ഹൈ വാല്യൂ കിട്ടണം. നല്ലൊരു കോളേജ് തന്നെ പിടിക്കണം. പവറാണ് അല്ലേ, ആ ഒരു പവർ. അതെ, തീർച്ചയായും. ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് ഇഷ്ടം കിട്ടും. നഷ്ടാവോ? ഇല്ല, ഒരു നഷ്ടാവില്ല അല്ലേ. പിടിക്കണം. ചിലപ്പോൾ നമ്മൾ ഒരു വർഷം കഷ്ടപ്പെട്ടാൽ പിന്നെ ഭാവിയിൽ നമുക്ക് സിംഹത്തെ പോലെ ജീവിക്കാൻ വേണ്ടി പറ്റും അല്ലേ. അതാണ് ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ. മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ജുവൽ രാജിന് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ജുവൽ രാജ് ഇപ്പൊ അഡ്വാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ മോനെ? അല്ലെ, അത് ക്ലിയർ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പിന്നെ ജുവൽ രാജിന്റെ ഈ പറഞ്ഞ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നെ മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏതെങ്കിലും ഇപ്പൊ ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. ജെഇക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇപ്പൊ +2 കഴിഞ്ഞ് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന കുട്ടികളോട് ജുവൽ രാജ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്യുക. ഒരു വർഷം ഒന്ന് കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് മികച്ച ക്യാമ്പസുകളിൽ എത്താൻ വേണ്ടിയിട്ട് പറ്റും. അത് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്ന പോസിറ്റിവിറ്റി വളരെ വലുതാണ്. ജീവിതകാലം മൊത്തം നിങ്ങൾ അതെന്ത് ചെയ്യും, സഹായിക്കും എന്ന് തന്നെയാണ് ജുവൽ രാജിന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ അല്ലേ. സോ നമുക്ക് അടുത്തത് ഈ അഡ്വാൻസ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്താൽ വീണ്ടും നമ്മുടെ ചാനലിൽ വീണ്ടും കാണാം അല്ലേ. ഓക്കെ, താങ്ക് യു ജുവൽ രാജ്.